വൃശ്ചിക മാസം 1 തുടങ്ങി ധനുമാസം 11-ാം തീയതി വരെയാണ് മണ്ഡലക്കാലം. ഈ ധനുമാസത്തിൽ വരുന്നതാണ് തിരുവാതിര എന്ന് പറയും. ഇപ്പം നമുക്ക് തിരുവാതിര എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ വിശേഷമാണ് തിരുവാതിര. തിരുവാതിര നൊയമ്പെടുത്തുക, ഭർത്താവിന് നല്ലത് വരാൻ, കല്യാണം കഴിക്കാത്തവർക്ക് നല്ല ഭർത്താവിനെ കിട്ടാനും, വിവാഹം കഴിച്ചവർക്ക് ഭർത്താവിന് സൽബുദ്ധിയും നേർവഴിക്ക് നേടാനും സ്നേഹമുണ്ടാവാനും ഇതിനൊക്കെ വേണ്ടിയാണ് തിരുവാതിര നൊയമ്പെടുക്കുക എന്ന് പറയുന്നത്. തിരുവാതിര നൊയമ്പെടുക്കുമ്പോൾ നമ്മൾ അശ്വതി നക്ഷത്രം തുടങ്ങുക. അപ്പോൾ അശ്വതി നക്ഷത്രം വഴക്കെ പറയും, കാർത്തികയ്ക്ക് കാക്ക ഉടനെ കുളിക്കണം, രോഹിണിക്ക് രോമങ്ങളുടനെ കുളിക്കണം, മകീരത്തിന് മക്കളുടനെ കുളിക്കണം, തിരുവാതിരയ്ക്ക് ഭർത്താവുടനെ ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ തിരുവാതിര നൊയമ്പെന്ന് പറഞ്ഞാൽ മകീരം തുടങ്ങി തിരുവാതിര നൊയമ്പ്. രോഹിണി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാൽ പിന്നെ തിരുവാതിരയാണ്. അതായത് മക്കളുള്ളവരെല്ലാവരും എന്ത് ചെയ്യുന്നു, മകീരം നൊയമ്പെടുക്കുന്നു. അരിയാഹാരം കഴിക്കില്ല. അരിയാഹാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് വേറെ അതൊക്കെ കഴിക്കും. അരിയാഹാരം ഉപേക്ഷിച്ചുള്ള കേരളീയരെ സംബന്ധിച്ച് അരിയാഹാരം മുഖ്യമായൊരു ഘടകമാണ്. ഈ അരിയാഹാരം ഉപേക്ഷിച്ചാണ് നമ്മൾ വ്രതമെടുക്കുന്നത്. അരിയാഹാരം ഉപേക്ഷിച്ച് വ്രതം എടുക്കുന്നു. മകീരം തുടങ്ങി എട്ടങ്ങാടി എന്ന് പറഞ്ഞ ഒരു ചടങ്ങുണ്ട്. വൈകുന്നേരം 8 സാധനങ്ങളൊക്കെ വറുത്ത് അത് എട്ടങ്ങാടി തിരുവാതിര കളിക്കണമെന്തിനാ, ഉറങ്ങാണ്ടിരിക്കാനാണ്. അത് വേറെ കാര്യം. നമ്മൾ ആടിയും പാടിയും ആഘോഷിക്കുന്നു തിരുവാതിര. അപ്പോൾ ഉറക്കം വരാതെ ഉറങ്ങാതിരിക്കാനാണ് 12 മണി വരെയൊക്കെ കളി കഴിഞ്ഞ് പാതിരാപ്പൂ ചൂടി വീണ്ടും കളിച്ച്. ശരിക്കും തിരുവാതിരയ്ക്ക് നൊയമ്പെടുത്താൽ മകീരം കഴിഞ്ഞ് തിരുവാതിര കഴിയുന്നവരെ ഉറങ്ങരുതെന്നാണ് പറയാം. അപ്പോൾ തിരുവാതിര കഴിയുന്നവർ ഉറങ്ങാതിരിക്കാൻ പിറ്റേ ദിവസം ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഈ തിരുവാതിര നൊയമ്പ് നോറ്റാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഭർത്താവിനെ കിട്ടും. ഉള്ള ഭർത്താവ് നല്ല സ്നേഹമുള്ളതായിരിക്കും, നല്ല കുടുംബസ്നേഹിയായിരിക്കും. ഇപ്പോഴത്തെ കാലത്ത് മുഴുവൻ എന്താ പ്രശ്നങ്ങളാണ്, ഭർത്താവ് അങ്ങനെ ഇങ്ങനെ, കുടുംബത്തിൽ അതേ പ്രശ്നം അങ്ങനെയൊക്കെ. അതൊക്കെ മാറിക്കിട്ടാൻ തിരുവാതിര നൊയമ്പെടുത്താൽ ഇതെല്ലാം മാറും. തിരുവാതിര നൊയമ്പ് പോലെ പ്രാധാന്യമുള്ള നൊയമ്പാണ് തിങ്കളാഴ്ച വ്രതം എന്ന് പറയും. അതും നല്ലതാണ്. തിരുവാതിര ദിവസങ്ങളിൽ എല്ലാ സ്ത്രീകളും, ഇപ്പോൾ നമ്മൾ അശുദ്ധി കാലങ്ങളാണെങ്കിൽ പോലും തിരുവാതിരയ്ക്ക് നൊയമ്പെടുക്കാം. അതാണ് തിരുവാതിരയുടെ നയം. കണ്ണെഴുതി പൊട്ട് കുളിച്ച്, അത് പഴയൊക്കെ പുഴയിലൊക്കെ പോയി കുളിക്കുന്ന പരിപാടിയുണ്ട്. ഇപ്പം അതൊന്നുമില്ലല്ലോ. അത് കുളിച്ച് കണ്ണെഴുതി പൊട്ട് തൊട്ട് തിരുവാതിര പുഴുക്കൊക്കെ കഴിച്ച് നമ്മൾ മുറുക്കുകയൊക്കെ ചെയ്യണം. ഈ വെറ്റിലയും ചുണ്ണാമ്പൊക്കെ വെച്ച് മുറുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് വളരെയധികം സന്തോഷത്തിൽ ആടിയും പാടിയും ആഘോഷിച്ച തിരുവാതിര ആഘോഷിച്ചു കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് വളരെ നല്ലതാണ്. ഭർത്താക്കന്മാർക്ക് ആയുസ്സും ആരോഗ്യവും സൽബുദ്ധിയും വരും. കല്യാണം കഴിക്കാത്തവർക്ക് നല്ല ഭർത്താവിനെ കിട്ടും. ഇതെല്ലാമാണ് വേണ്ടിയാണ് തിരുവാതിര. ഇതും ഇതിൻ്റെ കാലയളവിൽ വരുന്നതാണ്.